സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയും കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിലെ ഇടിവാണ് സംസ്ഥാനത്തെ സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 14,635 രൂപയിലെത്തി. ഇതോടെ പവന് 760 രൂപ കുറഞ്ഞ് 1,17,080 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ വലിയ വിലക്കുറവാണ് ഇന്ന് വിപണിയിലുണ്ടായിട്ടുള്ളത്. ജനുവരി 29 റെക്കോർഡ് വിലയായ 1,31,160 രൂപയിൽ നിന്നും ഏകദേശം 14,000 രൂപയോളം ഒരു പവൻ സ്വർണ്ണത്തിനിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 12,025 രൂപയിലെത്തി. 14 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 9,365 രൂപയും 9 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 6,035 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. വെള്ളി ഗ്രാമിന് 275 രൂപയും 10 ഗ്രാമിന് 2,750 രൂപയുമാണ് നിലവിലെ വില. മാർച്ചിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇന്ന് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാർച്ച് 1 രേഖപ്പെടുത്തിയ 1,26,920 രൂപയാണ് ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. അന്താരാഷ്ട്ര വിപണിയിലെ ഇടിവാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത്. തുടർച്ചയായ 4ാം ദിവസമാണ് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ സ്വർണ്ണവില താഴേക്ക് വരുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. വരും ദിവസങ്ങളിലും ഈ പ്രവണത തുടരുമോ എന്നാണ് നിക്ഷേപകരും ഉപഭോക്താക്കളും ഉറ്റുനോക്കുന്നത്. ആഭരണം വാങ്ങുമ്പോൾ സ്വർണ്ണവിലയ്ക്കൊപ്പം പണിക്കൂലി, GST, ഹോൾമാർക്ക് ചാർജ് എന്നീ ഘടകങ്ങളും ചേരുമ്പോഴാണ് ആഭരണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പവന്റെ വിലയിൽ അധികം നൽകേണ്ടി വരും. അതായത് 5% പണിക്കൂലി, 3% GST, ഹോൾമാർക്ക് ചാർജ് എന്നീ ചാർജുകൾ ഈടാക്കിയാൽ 22 കാരറ്റ് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 1,30,000 രൂപയെങ്കിലും ഇന്നത്തെ നിരക്കിൽ നൽകേണ്ടതായുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.